ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്പെഷ്യൽ മഷ്റൂം ബിരിയാണി അല്ലെങ്കിൽ കൂണ് കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി നമുക്ക് ഇലകൾ വേണം, പുതിന ഇല വേണം, അതേപോലെ തന്നെ ഉലുവട ഇല വേണം, പിന്നെ നമുക്ക് മല്ലി ഇല വേണം. അപ്പോൾ ഈ 3 ഇലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്കുള്ള സ്പൈസസ് ഒന്ന് നോക്കാം. ജീരകം, ലവംഗം, സ്റ്റാർ, ഏലക്ക, പട്ട, സോമ്പ്, അതേപോലെ തന്നെ കുരുമുളക്, പിന്നെ മൊറോട്ടി മുഗ് എന്ന് പറഞ്ഞൊരു സ്പൈസാണ്, ജാതിക്കട പീസുകൾ, ജാതിപ്പൂവ്, പിന്നെ സ്റ്റോൺ ഫ്ലവേഴ്സ്. ഇത്രയും സ്പൈസസ് വേണം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച മല്ലിയിലയും പിന്നെ ഒരു 10-15 പച്ചമുളകും ഒരു 4 സവോള അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ ഈ സ്പൈസസ് ഒക്കെ എടുത്ത് വയ്ക്കുക. ഇതിന് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മഷ്റൂമാണ്. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്, 1 കിലോ. ആദ്യം തന്നെ നമുക്ക് ഇലകളും അതേപോലെ തന്നെ പച്ചമുളകും വഴട്ടിയെടുക്കണം. ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം 4 കുരുമുളക്, 2 ഏലക്ക ഇട്ട് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് മാറ്റുക. ഞാനിവിടെ ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി അധികം പച്ചമുളക് ഇടാം. ഇത് നല്ല രീതിയിലൊന്ന് വഴട്ടിയെടുക്കണം. അപ്പം പച്ചമുളകെല്ലാം പൊട്ടി അത് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇലകളുണ്ടല്ലോ, മല്ലിയില, പുതിന ഇല, പിന്നെ ഉലുവട ഇല, ഇത് 3 നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും നല്ല രീതിയിൽ വഴട്ടിയെടുക്കണം. അതിൻ്റെ പച്ചമണക്ക് മാറി ഇലകളെല്ലാം നല്ല രീതിയിൽ വഴട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഈ ബിരിയാണിയുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇലകളെല്ലാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇലകളെല്ലാം വഴറ്റി എടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒറിജിനൽ, നല്ല സ്പെഷ്യൽ ബാംഗ്ലൂർ മഷ്റൂം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ വഴണ്ട് ഈ രീതിയാണ്, വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിക്കാം. ആ സമയം ഇവിടെ ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ സെല്ല റൈസ് ഞാനൊരു 1/4 മണിക്കൂർ മുന്നേ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരക സംബ റൈസും എടുക്കാം, അതും ബെസ്റ്റാണ്. അപ്പോൾ സെല്ല റൈസ് ആയതുകൊണ്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ നനച്ച് വെക്കണം. അതെല്ലാം നോർമലായിട്ടുള്ള ബാസ്മതി റൈസോ അല്ലെങ്കിൽ ജീര റൈസ് ആണെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രം നനച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് നനച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് അതിനകത്ത് ഒരു 250 ml എണ്ണ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഒരു 250 ml ഓയിൽ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ സ്പൈസുകളും നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള, ഒരു 4-5 സവാള നമ്മൾ ഈ ചെറിയ രീതിയിൽ അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇതിനകത്തിട്ട് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് വഴറ്റാം. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇടാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം ഉപ്പിൻ്റെ കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഇലകളുണ്ടല്ലോ, അത് നല്ല രീതിയിൽ പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാളയും മസാലകളും ഇതും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റിയ ഇലകളുണ്ടല്ലോ, ആ ഇലകൾ ഇതിനകത്താണ് ഈ രീതിയിൽ നല്ല നൈസായിട്ട് അതിനകത്ത് ചേർക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു കളറിന് വേണ്ടിയിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ വേണ്ട. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ അരപ്പിൻ്റെ കൂട്ട് ഇതിനകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കണം. ഈ ഒരു അരപ്പാണ് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറും സ്മെല്ലും ഫ്ലേവറും ടോട്ടലി ഈ ബിരിയാണിയുടെ മെയിൻ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ഈ പച്ച മസാല നല്ല രീതിയിൽ വേവുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ വെന്തതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മഷ്റൂം 1 കിലോ അതിനകത്തേക്ക് ഇടാം. ഓക്കെ, 1 കിലോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ 1.5 കിലോനോ 2 കിലോ ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് 1 കിലോ മഷ്റൂം, ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ബട്ടൺ മഷ്റൂമാണ് ഇതിന് കൂടുതലും ടേസ്റ്റ്. നോർമൽ മഷ്റൂമിൽ ഉണ്ടാക്കാം, മറ്റേ oyster മഷ്റൂമോ മറ്റുള്ള മഷ്റൂമുകളുണ്ടാകും. പക്ഷേ ബട്ടൺ മഷ്റൂം ഉണ്ടാക്കുന്ന ടേസ്റ്റും അതേപോലെ തന്നെ ഇത് നമ്മൾ വെന്താൽ അതിനകത്ത് അങ്ങനെ കെടുക്കും. മറ്റുള്ള മഷ്റൂം അത് പെട്ടെന്ന് അരിഞ്ഞ് ഒന്നുമില്ലാതെ പോലെയാണ്. അപ്പോൾ ബട്ടൺ മഷ്റൂം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നല്ല രീതിയിലാവുമ്പോൾ ഇതിനെ
1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളത്തളവിൽ നല്ലോണം തിളച്ച് വരുമ്പോൾ ഉപ്പെല്ലാം പാകത്തോട്ടിട്ട് നമ്മൾ ആ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് വെള്ളം ആകും. അപ്പോൾ നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇതിനകത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അധികം ഇളക്കാനും പാടില്ല, അരി അണയാനുള്ള ചാൻസ് ഉണ്ട്. സെല്ല റൈസ് ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. വേറെ റൈസ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ല, ഈ രീതിയിൽ തിളച്ച് വരും. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് പതിയെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കണ്ടോ. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഈ ഒരു ലെവൽ എത്തണം. ഈ ലെവൽ വെള്ളത്തിൻ്റെ അളവ് എത്തുമ്പോൾ നമുക്ക് അത് ദമ്മിടാനായിട്ടുള്ള സമയമായി എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ വെള്ളമൊക്കെ ലെവലായി വരുമ്പോൾ നമുക്ക് ഇത് അടച്ച് വെക്കാം പാത്രം. അപ്പോൾ വെള്ളം അരിയൊക്കെ ലെവലായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വയ്ക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് നല്ല ആവി പുറത്തേക്ക് വരുമ്പോൾ രുചികരമായ ബാംഗ്ലൂർ സ്റ്റൈൽ സ്പെഷ്യൽ മഷ്റൂം ബിരിയാണി റെഡിയാവും. അപ്പോൾ ഈ മഷ്റൂം ബിരിയാണിക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് നമ്മുടെ ബാംഗ്ലൂർ. നിങ്ങൾ ഇതേ രീതി ഉണ്ടാക്കുക, ഒറിജിനൽ അത്തൻറ്റിക് മഷ്റൂം ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാവും. ഒരു കെമിക്കലും ഇല്ല, ടേസ്റ്റിംഗ് പൗഡറും ഇല്ല, ഒന്നുമില്ല. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.